ഈ പുഴയും കടന്ന സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ശാരദാമ്മയോട് ഡോക്ടർ പറയുന്നുണ്ട്, ശാരദാമ്മേ, ഞാൻ പറയുന്നത് കൊണ്ടൊന്നും സങ്കടപ്പെടരുത്. നിങ്ങളുടെ നിളക്കുട്ടിയുടെ അസുഖം നമ്മൾ വിചാരിച്ചതിലും കുറച്ച് സീരിയസ് ആണ്. ഡോക്ടറുടെ വാക്കുകൾ ഒരു ഇടുത്തി പോലെയാണ് ശാരദയുടെ കാതുകളിൽ പഠിച്ചത്. എന്താ എന്താ ഡോക്ടറെ, എന്താ എൻ്റെ മോൾക്ക് സംഭവിച്ചത്? ശാരദയുടെ ശബ്ദം ഇടറി. ഹാർട്ടിന് ഒരു മേജർ സർജറി വേണം, അതും എത്രയും പെട്ടെന്ന് തന്നെ. ഈ ഹോസ്പിറ്റൽ അതിനുള്ള ഫെസിലിറ്റീസ് ഒന്നുമില്ല. സിറ്റിയിലുള്ള ഏതെങ്കിലും വലിയ ഹോസ്പിറ്റലിലേക്ക് അവളെ ഉടനെ തന്നെ മാറ്റണം. സമയം ഒട്ടും കളയാനില്ല. കാവേരിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ മെല്ലെ ശാരദയുടെ തോളിലേക്ക് അങ്ങ് കൈവച്ചു. ഡോക്ടർ, അതിന് എത്രയാവും ചെലവൊക്കെ? വിനീത് പതർച്ചയോട് ചോദിച്ചു. ചെറിയൊരു തുകയൊന്നും പോരാ, ലക്ഷങ്ങളൊക്കെ വേണ്ടിവരും. പെട്ടെന്ന് തന്നെ പണം റെഡിയാവുകയായിരുന്നു നല്ലത്. ഡോക്ടർ പറഞ്ഞു നിർത്തുമ്പോൾ ശാരദ തല കറങ്ങി വീഴാൻ പോവുകയായിരുന്നു. വിനീതും കാവേരിയും ചേർന്നാണ് അവരെ അങ്ങ് താങ്ങി പിടിച്ചത്. വീട്ടിലേക്കെത്തിയ ശാരദ ഉമ്മറപ്പടിയിൽ തന്നെ അങ്ങ് തളർന്നിരുന്നു. അകത്തു നിന്ന് ഗംഗയും രാധമ്മയും ഓടി വന്നു. എന്താ എന്താ ശാരദ ഡോക്ടർ പറഞ്ഞത്? രാധമ്മയുടെ ചോദ്യത്തിനു മുന്നിൽ ശാരദ അങ്ങ് പൊട്ടിക്കരഞ്ഞു പോയി. കാവേരിയാണ് കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞത്. ഗംഗയുടെ മുഖത്ത് പരിഭ്രമം വിടർന്നു. അച്ചമ്മക്ക് ഇതൊന്നും തന്നെ നേരത്തെ അറിയില്ലായിരുന്നോ? നില ജനിച്ചപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവില്ലേ? ഗംഗ ചോദിച്ചു. രാധമ്മ കണ്ണു തുടച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, ഇല്ല മോളെ, എനിക്കിതൊന്നും തന്നെ അറിയില്ലായിരുന്നു. പക്ഷേ അരവിന്ദൻ, അവൻ ഗൾഫിൽ നിന്ന് വരുമ്പോഴൊക്കെ പറയുമായിരുന്നു, അവളെ അധികം തന്നെ പുറത്തു വിടരുത്, ഓടി കളിക്കാൻ വിടരുത് എന്നൊക്കെ. അവൻ്റെ ഒരു കരുതലാണ്. ഇത്രയും ആദ്യം അവൻ അങ്ങനെ ഒരു കരുതലുണ്ടായിരുന്നു. ഒരു പക്ഷേ അവൻ ഇതെല്ലാം തന്നെ അറിയുമായിരിക്കും, നമ്മളോട് പറയാതിരുന്നതായിരിക്കും. ആ അമ്മയുടെ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞ് ഇതൊന്നും അറിയരുത് എന്ന് ശാരദ പെട്ടെന്ന് തന്നെ പറഞ്ഞു എഴുന്നേറ്റു. അവളോട് ഇതിനെപ്പറ്റി ആരും പറയരുത്. ഈ ഓപ്പറേഷൻ അതൊന്നും എൻ്റെ മോൾക്ക് അറിയാൻ പാടില്ല. അതെങ്ങനെയാമ്മേ? ആശുപത്രിയിൽ പോകുമ്പോഴും മറ്റും അവൾക്ക് സംശയം തോന്നില്ലേ എന്ന് ഗംഗ ചോദിച്ചു. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമുക്ക് അവളെ ആശ്വസിപ്പിക്കാം. പാവം, അവൾ ഈ ചെറുപ്രായത്തിൽ ഇത്രയും വലിയൊരു സങ്കടം താങ്ങില്ലേ? കാവേരി തീർത്തും പറഞ്ഞു. അപ്പോഴേക്കും എല്ലാവരുടെയും മനസ്സിൽ ഒരേ ഒരു ചോദ്യം മാത്രമായിരുന്നു, ഇത്രയും വലിയൊരു തുക എവിടെ നിന്ന് കണ്ടെത്തും? സ്നേഹതീരമെന്ന ആ ഒരു കൊച്ചു വീടാകെ വലിയ സങ്കടം അങ്ങനെ വിങ്ങിപ്പൊട്ടുപോകുന്ന പോലെ തോന്നി. രാത്രിയുടെ നിശബ്ദയിൽ കാവേരിക്ക് ഒട്ടും തന്നെ ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവൾ അച്ഛൻ്റെ പഴയ ഡയറി തുറന്നു വെച്ചു. അതിലെ ഓരോ വരികളും അച്ഛൻ്റെ സ്നേഹവും കരുതലും ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് അവളുടെ കണ്ണുകളിൽ ആ വരി ഉടക്കിയത്. ശിവരാമന് ഒരു വീട് വെച്ച് കൊടുക്കണം. ഈ തോട്ടം നോക്കി നടത്താൻ വേണ്ടി അവൻ ഒരുപാടധികം കഷ്ടപ്പെടുന്നുണ്ട്. അവനെ സാമ്പത്തികമായും സഹായിക്കണം. കാവേരിയുടെ നെഞ്ചിൽ ഒരു കൊള്ളിയാൽ മിന്നി. തൻ്റെ അച്ഛൻ ഇത്രയേറെ സ്നേഹിച്ചിരുന്ന ശിവരാമൻ ഇന്ന് അച്ഛനെ ചതിച്ച് ജയബാലന്റെ വിശ്വസ്തനാണ്. ആ തോട്ടം അച്ഛൻ്റേതാണ്. ജയബാലൻ അച്ഛനെ പറ്റിച്ച് തട്ടിയെടുത്തതാണ്. ആ തോട്ടത്തിന്റെ പൈസ കിട്ടിയാൽ പിന്നെ നിലയുടെ ഓപ്പറേഷൻ നടത്താം. എങ്ങനെയെങ്കിലും ആ പണം ജയബാലൻ നിന്നും വാങ്ങിയെടുക്കണം. പിറ്റേന്ന് രാവിലെ തന്നെ കാവേരി തോട്ടത്തിലേക്ക് തിരിച്ചു. മഞ്ഞുമൂടിയ ആ തോട്ടത്തിൽ കാവേരി കണ്ടതും ശിവരാമൻ പെട്ടെന്ന് തന്നെ മുഖം തിരിച്ച് നടക്കാൻ ശ്രമിച്ചു. ശിവരാമേട്ടാ, നിക്ക്! കാവേരിയുടെ ശബ്ദം തോട്ടത്തിലങ്ങ് മുഴങ്ങി. എനിക്ക് പണിയുണ്ട് മോളെ. ശിവരാമനെ ഒഴിഞ്ഞു മാറാൻ നോക്കി. ഞാൻ യാചിക്കാൻ വന്നതൊന്നുമല്ല. ഇത് കണ്ടോ? അവൾ ഫോണിലെടുത്തു വെച്ച അച്ഛൻ്റെ ഡയറിയുടെ ചിത്രം അയാൾക്ക് നേരെ നീട്ടി. എൻ്റെ അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി എഴുതി വെച്ചതായത്. നിങ്ങൾക്കൊരു വീട് വെച്ച് തരണമെന്ന്, നിങ്ങളെ സഹായിക്കണമെന്ന്. ഇത്രയൊക്കെ സ്നേഹിച്ച് എൻ്റെ അച്ഛനോട് നിങ്ങൾക്കൊരു തുള്ളി പോലും സ്നേഹമൊന്നുമില്ലേ ശിവരാമേട്ടാ? ആ വാക്കുകൾ ശിവരാമേട്ടൻ്റെ നെഞ്ചിലങ്ങ് തറച്ചു കയറി. അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. കൈകൾ ഇങ്ങനെ വിറക്കാൻ തുടങ്ങി. അയാൾ അവിടെ ഇരുന്നിങ്ങനെ പൊട്ടിക്കരഞ്ഞു. മോൾ എന്നോട് ക്ഷമിക്ക്. ഇനിയും ഈ സത്യം മറച്ചു വെച്ച ദൈവം എന്നോടൊരിക്കലും പൊറുക്കില്ല. അയാൾ കണ്ണീരോടുകൂടെ കാവേരിയുടെ മുഖത്തേക്ക് നോക്കി. അരവിന്ദൻ സാറിന്റെ മരണത്തിന് കാരണം ഹൃദയാഘാതമൊന്നുമല്ല മോളെ, അത് ജയബാലൻ സാറാണ്. കാവേരി അങ്ങ് ഞെട്ടിത്തെറിച്ചു. എന്താ ശിവരാമേട്ട ഈ പറയുന്നത്? അതേ മോളെ, ജയബാലൻ സാറിനെ ചതിക്കുമായിരുന്നു. ആ തോട്ടം മുഴുവൻ സ്വന്തം പേരിലാക്കി. മരിക്കുന്നതിന് മുൻപ് തലേ ദിവസം അരവിന്ദൻ സാർ ഇവിടെ വന്നിരുന്നു. എല്ലാ ചതിയും അദ്ദേഹം അറിഞ്ഞു. ജയബാലൻ സാറുമായി വലിയ വഴക്കായി. സ്വന്തം ജീവനേക്കാൾ വിശ്വസിച്ച ചങ്ങാതി തന്നെ ചതിച്ചു എന്നറിഞ്ഞപ്പോൾ ആ പാവത്തിനത് താങ്ങാനായില്ല. ഇവിടെ വെച്ച സാറിന് നെഞ്ചുവേദന വന്നത്. ഹൃദയം പൊട്ടിയാണ് ആ പാവം മരിച്ചത്. കാവേരിയുടെ തലച്ചോറിലൂടെ ഒരു മിന്നലങ്ങ് കടന്നുപോയി. തൻ്റെ അച്ഛൻ, ആ പാവം മനുഷ്യൻ മരിച്ചത് അസുഖം വന്നുകൊണ്ടല്ല, മറിച്ച് ചതിയുടെ വേദനയിലാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം അവളുടെ കണ്ണിൽ നിന്നും തീ പാറി. അവൾ ആ തോട്ടത്തിലെ മണ്ണിലേക്കങ്ങ് മുട്ടുകുത്തിയിരുന്ന് നെഞ്ചത്തടിച്ച് കരഞ്ഞു. അച്ഛൻ്റെ വിയർപ്പ് വീണ ആ മണ്ണിൽ അവൾ പ്രതിജ്ഞയെടുത്തു. ജയബാല, എൻ്റെ അച്ഛനെ കൊന്നതിന് നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. കാവേരിയുടെ കണ്ണുകളിൽ തിളച്ചെറിയുന്ന പകയുമായി തന്നെ അവൾ നേരെ പോയത് ജയബാലന്റെ വീട്ടിലേക്കാണ്. അവിടെ ഉമ്മർത്ത് തന്നെ രാഗിണി നിൽക്കുന്നുണ്ടായിരുന്നു. കാവേരിയെ കണ്ടപ്പോൾ രാഗിണിയുടെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. ആഹാ, ഇതാരാണ്? ഈ പിച്ചക്കാരി കാവേരിയോ? നീ എന്താണ് ഇവിടെ? രാഗിണി അഹങ്കാരത്തോടെ ചോദിച്ചു. നിന്റെ അച്ഛനില്ലേടി ഇവിടെ? അച്ഛൻ എവിടെയടി? ആ ചതിയൻ എവിടെയടി? കാവേരി കാവേരിയുടെ അലർച്ച കേട്ടുകൊണ്ട് തന്നെ രാഗിണി ഒന്ന് പതറി. ബഹളം കേട്ട് ജയബാലൻ പുറത്തേക്ക് വന്നു. എന്താടി ഇവിടെ ഒരു പ്രശ്നം? എൻ്റെ വീട്ടിൽ വന്ന് കിടന്ന് ചിലക്കാൻ മാത്രം നിനക്ക് ധൈര്യമുണ്ടോടി?
കാവേരി ഒറ്റ കുതിപ്പിനങ്ങ് ചെന്ന് ജയപാലിന്റെ ഷർട്ടിനങ്ങ് കോളറിനങ്ങ് കുത്തിപ്പിടിച്ചു. എടാ ചതിയ, എൻ്റെ അച്ഛനെ കൊന്നിട്ട് നീ നേടിയെടുത്ത് ഇതെല്ലാം നിന്റെ കയ്യിൽ നിന്നും ഒരിക്കലും ഇരിക്കില്ല. എല്ലാ സത്യം ഞാൻ അറിഞ്ഞു. എൻ്റെ അച്ഛനെ ചതിച്ചത് നീ എൻ്റെ അച്ഛനെ ചതിച്ചാണ് നീ ഇതെല്ലാം തന്നെ സ്വന്തമാക്കിയത്. ഈ സമ്പത്തൊക്കെ ഞാൻ പലിശ സഹിതം നിന്നെ തിരിച്ചു വാങ്ങിക്കും. ഇത് ഈ കാവേരിയോടാണ്, അരവിന്ദന്റെ മകളാണ്. ജയപാലൻ അങ്ങ് കുതറി മാറി. എന്താണ് നിനക്ക് തലക്ക് വെളിവില്ലേ? ഈ ജയപാലൻ ആരാണെന്ന് നീ ശരിക്കും അങ്ങ് അറിയും. ഓ, നീ ആരാണെന്നൊക്കെ എനിക്കറിയാം. എൻ്റെ പാവം അച്ഛൻ മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ഊറ്റിയെടുത്ത് ജീവിക്കുന്ന ഒരു വെറും പിച്ചക്കാരൻ. സ്വന്തമായിട്ട് നീ എന്തുണ്ടാക്കിയടാ? കാവേരിയുടെ വാക്കുകൾ ജയപാലിന്റെ മുഖത്തേറ്റ ഒരു പ്രഹരമായിരുന്നു. അയാളുടെ മുഖം വിളറി വെളുത്തു. തൻ്റെ രഹസ്യങ്ങളെല്ലാം തന്നെ ഇവൾ അറിഞ്ഞോ എന്നൊരു ഭയം അയാളെ പിടികൂടി. കാവേരി അവിടെ നിന്നും ഇറങ്ങി പോകുമ്പോൾ ജയപാലന്റെ കണ്ണിൽ വല്ലാത്തൊരു ഭയം നേളിച്ചു. വീട്ടിലേക്കെത്തിയ കാവേരി നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ശാരദാമ്മയോടും മറ്റുള്ളവരോടൊക്കെ പറഞ്ഞു. ബാങ്കിൽ നിന്നും താൻ ശേഖരിച്ച തെളിവിനെക്കുറിച്ചും അച്ഛൻ്റെ അക്കൗണ്ടിൽ ജയപാലൻ മാറ്റിയ ആ ഒരു പണത്തെക്കുറിച്ചൊക്കെ അവൾ തുറന്നു പറഞ്ഞപ്പോൾ ശാരദ നെഞ്ചു പൊട്ടി കരയുമായിരുന്നു. അമ്മ സങ്കടപ്പെടരുത്. എൻ്റെ അച്ഛൻ്റെ കാശ് അയാൾ അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തിരികെ വാങ്ങിക്കും. അതുകൊണ്ട് എൻ്റെ നിലമോളുടെ ഓപ്പറേഷൻ ഞാൻ നടത്തും. കാവേരിയുടെ വാക്കുകളിൽ വലിയൊരു നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു. കാവേരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും അവിടെ പോലീസുകാർ ജയപാലന്റെ പക്ഷത്തായിരുന്നു. പണത്തിനും സ്വാധീനത്തിനും മുന്നിൽ നീതി അന്ധനാക്കുന്നത് കാവേരി കണ്ടു. പക്ഷേ അവൾ പിന്മാറാൻ തയ്യാറായില്ല. കാവേരി തന്നെ ഇല്ലാതാക്കുമെന്ന് മനസ്സിലാക്കിയ ജയപാലൻ അവൾക്കെതിരെ വലിയൊരു കെണിയൊരുക്കി. കുറച്ച് ഗുണ്ടകളെ ഏർപ്പാടാക്കി കാവേരിയെ കൊല്ലാൻ തന്നെ അയാൾ തീരുമാനിച്ചു. ഒരു സന്ധ്യാനേരത്ത് കാവേരി തനിച്ചിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് തന്നെ ആ ഗുണ്ടകൾ അവളെ അങ്ങ് വളഞ്ഞു. അവൾ പരമാവധി ചെറുത്തു നിൽക്കാൻ ശ്രമിച്ചു. പെട്ടെന്നാണ് ഇരുളിൽ നിന്നും അവനൊരു രക്ഷകനായി തന്നെ അവതരിച്ചത്. നരൻ ഒരു ചുഴലിക്കാറ്റ് പോലെ വന്ന് ഗുണ്ടകളെ അടിച്ചങ്ങ് നിലം പരിശാക്കാണ്. നരൻ അവളെ രക്ഷിച്ചു. നരന്റെ കണ്ണുകളിലെ ആ ഒരു കരുണയും സംരക്ഷണവും കാവേരിയിൽ വല്ലാത്ത ആശ്വാസം നൽകി. ഇതേ സമയം നിവിൻ വല്ലാത്ത പ്രതിസന്ധിയിലായിരുന്നു. രാഗിണിയെ കൊണ്ട് നിവിനെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി രാജേശ്വരിയും കുടുംബവും ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. നാലുപാടുനിന്നും അവരെല്ലാവരും ചേർന്ന് അവനെ അങ്ങ് വരിഞ്ഞു മുറുകി. ഞാൻ സ്നേഹിക്കുന്നത് കാവേരിയെ മാത്രമാണ്, അവളല്ലാതെ മറ്റാരെയും ഞാൻ വിവാഹം കഴിക്കില്ല എന്ന് നിവിൻ രാഗീണിന്റെ മുഖത്തു നോക്കി പറഞ്ഞുവെങ്കിലും അത് അവളിലെ വാശി കൂട്ടത്തെ ചെയ്തുള്ളൂ. വിനീതാവട്ടെ നിവിനെ തീർത്തും അങ്ങ് വേർത്തു. സ്വന്തം പെങ്ങളെ പ്രണയിച്ചിട്ട് ഇപ്പോൾ വേറൊരുത്തെ വിവാഹം കഴിക്കാൻ പോകുന്ന നിവിൻ ഒരു വഞ്ചകനാണെന്ന് നിവീത് കരുതിയുള്ളൂ. കാവേരിയോടൊന്ന് സംസാരിക്കാൻ പോലും നിവിന് സാധിച്ചിരുന്നില്ല. ഇതിനിടയിൽ യമുനയുടെ മനസ്സിൽ നിവിനോടുള്ള പ്രണയം വളരുന്നുണ്ടായിരുന്നു. നിവിൻ കാവേരിയെ വിട്ട് തന്നിലേക്ക് വരുമെന്ന മിഥ്യാധാരണയിൽ അവൾ ജീവിച്ചു. കാവേരിക്ക് നിവിനോട് ഇപ്പോൾ ഒരു സ്നേഹവുമില്ലാന്ന് അവൾ സ്വയം അങ്ങ് വിശ്വസിക്കാണ്. നിവിൻ്റെയും രാഗിണിൻ്റെയും വിവാഹ നിശ്ചയ ദിവസം ഗ്രാമത്തിലെ പ്രമുഖരെല്ലാം തന്നെ അവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. ജയപാലൻ വലിയ അഹങ്കാരത്തോടു കൂടിയാണ് എല്ലാവരെയും സ്വീകരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഒരു കാർ അവിടെ വന്നു നിന്നു. അതിൽ നിന്നും കാവേരി ഇറങ്ങി വന്നു. അവളുടെ കയ്യിൽ കുറച്ച് ഫയലുകൾ ഉണ്ടായിരുന്നു. ഈ കല്യാണ നിശ്ചയം നടക്കില്ല. കാവേരിയുടെ ശബ്ദം വീടാകെ മുഴങ്ങി. എല്ലാവരും ഞെട്ടിത്തിരിഞ്ഞു നോക്കി. എന്താണ് നിന്റെ ഉദ്ദേശം? ഇറങ്ങിപ്പോടി ഇവിടെ നിന്ന്. ജയപാലൻ അലറി. കാവേരി ചിരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. ഇറങ്ങി പോവാൻ വന്നതൊന്നുമല്ല ജയപാലൻ സാറേ, നിന്റെ മുഖം മൂടി ഈ നാട്ടുകാരുടെ മുന്നിൽ അങ്ങ് വലിച്ചു കീറാൻ വേണ്ടി വന്നതാ ഞാന്. അവൾ തൻ്റെ കയ്യിലുള്ള ആ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എല്ലാം തന്നെ മറ്റു തെളിവുകളെല്ലാം തന്നെ നാട്ടുകാർക്ക് മുന്നിലേക്ക് അങ്ങ് എറിഞ്ഞു. എല്ലാവരും ഇത് കാണണം. അരവിന്ദൻ എന്ന എൻ്റെ അച്ഛൻ്റെ ചോരയെ നീരാക്കിയിട്ടുള്ള ഈ കണ്ണ് ജയപാലന്റെ സകല സ്വത്തും തന്നെ എൻ്റെ അച്ഛൻ്റെതാണ്. എൻ്റെ അച്ഛനെ ചതിച്ച് തോട്ടം സ്വന്തമാക്കി. ആ സങ്കടത്തിൽ എൻ്റെ അച്ഛനെ കൊന്നതാ ഇവന്. കാവേരിയുടെ ഓരോ വാക്കുകളിലും തീയുണ്ടകൾ പോലെയാണ് ജയപാലന് നേരെ പതിച്ചത്. നാട്ടുകാർ പരസ്പരം നോക്കി. പലർക്കും ജയപാലന്റെ വിളർച്ചയിൽ സംശയമുണ്ടായിരുന്നു. കൃത്യമായ തെളിവോടുകൂടെ കാവേരി കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ജയപാലനെ പിടിച്ചു നിൽക്കാനായില്ല. ശിവരാമനും അവിടേക്ക് എത്തി. സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നതോടുകൂടി ജയപാലന്റെ തനി നിറമങ്ങ് പുറത്തായി. വിവാഹ നിശ്ചയം മുടങ്ങും പോയി. നാണം കെട്ട ജയപാലിനെ കാവേരി ആവശ്യപ്പെട്ട പണം തിരികെ കൊടുക്കേണ്ടി വന്നു. അങ്ങനെ പണം ലഭിച്ചതോടുകൂടി നിലമോളുടെ ഓപ്പറേഷനായി കുടുംബം നേരെ സിറ്റി ഹോസ്പിറ്റലിലേക്ക് മാറാൻ തീരുമാനിച്ചു. സ്നേഹതീരവും പുഷ്പവാടിയും വിട്ടുപോകുന്നത് ശാരദാമ്മക്കും രാധമ്മക്കും സങ്കടമായെങ്കിലും നിലയുടെ ജീവനായിരുന്നു അവർക്കെല്ലാവർക്കും വലുത്. എന്നാൽ യമുനയ്ക്ക് ഈ നാട് വിട്ടുപോവാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. കാരണം നിവിനെ വിട്ടുപോവാൻ അവൾക്ക് ഒട്ടും തന്നെ കഴിയില്ലായിരുന്നു. കോളേജിലേക്ക് പോകുന്ന വഴിക്ക് നിവിൻ യമുനെ തടഞ്ഞു നിർത്തി. നിങ്ങളെല്ലാവരും കൂടി എങ്ങോട്ടേക്കായി പോകുന്നത്? അവൻ്റെ ശബ്ദത്തിൽ വലിയ സങ്കടമുണ്ടായിരുന്നു. അത് നിലമോൾക്ക് ഓപ്പറേഷൻ വേണം, ഞങ്ങളെല്ലാവരും ഇവിടെ നിന്ന് പോവാണെന്ന് യമുന പതിയെ പറഞ്ഞു. ഇനി തിരിച്ചു വരില്ലേ? നിവിൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. അറിയില്ല, കാവേരി ചേച്ചിക്ക് വലിയ വാശിയാ. ഈ നാട്ടിൽ ജീവിക്കേണ്ടെന്നാ പറയുന്നത്. പക്ഷേ എനിക്ക് ഈ നാടാ ഇഷ്ടം. യമുന നിവിനെ ആത്മാർത്ഥമായിട്ടൊന്ന് നോക്കി. നിവിൻ തന്നെ കാണാൻ വന്നത് തന്നോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് പോലും അവൾ തെറ്റിദ്ധരിച്ചു. എന്നാൽ കാവേരി ഇനി നാട്ടിലേക്ക് വരില്ല എന്ന സത്യം നിവിനെ ആകെ തളർത്തി കളഞ്ഞു.
അങ്ങനെ ഒരുപാടധികം ഓർമ്മകൾ ഉറങ്ങുന്ന ആ ഒരു മണ്ണിൽ കാവേരിയും കുടുംബവും അവിടെ നിന്നും യാത്രയായി. അവർ പോകുന്നത് നരന്റെ ഔട്ട് ഹൗസിലേക്കാണ്. പുതിയൊരു ജീവിതം, പുതിയൊരു തുടക്കം. കാവേരിയുടെ മനസ്സിലിപ്പോൾ നിലയുടെ ജീവൻ മാത്രമായിരുന്നു. എങ്ങനെയെങ്കിലും നിലയുടെ ജീവൻ രക്ഷിക്കണം, ആ ഒരു ചിന്ത മാത്രമായിരുന്നു കാവേരിയുടെ മനസ്സിൽ. പിന്നിലാക്കിയ പ്രണയവും പകയും അവൾക്ക് നൽകിയ ആ ഒരു മുറിവുകൾ ചെറുതൊന്നുമല്ലായിരുന്നു. പുതിയൊരു അധ്യായത്തിലേക്ക് ആ കുടുംബം നടന്നു കയറുമ്പോൾ വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാട്ടോ. അപ്പോൾ ഈ പുഴയും കടന്ന സീരിയലിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.